Question number 17. Yes. Yes, a particle of mass m and charge q is fastened to one end A of a massless string having equilibrium length L, whose other end is fixed at a point O. അപ്പോൾ ഡയഗ്രാം നോക്കൂ, ഇവിടെ ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൽ ലെങ്ത് ഉള്ള അറ്റത്ത് ഇവിടെ പാർട്ടിക്കിൾ വെച്ചിട്ടുണ്ട്, ഹൂസ് മാസ് എം ആൻഡ് ചാർജ് ക്യൂ. അപ്പോൾ അതിൻ്റെ നോർമൽ ലെങ്ത് ആണത് എൽ. ഓക്കെ, റെഡി. ദ ഹോൾ സിസ്റ്റം ഈസ് പ്ലേസ്ഡ് ഓൺ എ ഫ്രിക്ഷൻലെസ് ഹൊറിസോണ്ടൽ ടേബിൾ ആൻഡ് ഈസ് ഇനീഷ്യലി അറ്റ് റെസ്റ്റ്. അപ്പോൾ ഇത് ഹൊറിസോണ്ടലി ആണ്, വെർട്ടിക്കലി അല്ല ഇത് നിൽക്കുന്നത്, ഹൊറിസോണ്ടലി. ഓക്കെ, ഈ ഹൊറിസോണ്ടലിൽ നിന്ന് 60 ഡിഗ്രി ഹൊറിസോണ്ടൽ ആംഗിൾ ആണ്. If uniform electric field is switched on along the direction as shown in figure, then speed of the particle when it crosses the x-axis. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട് കൊടുത്താൽ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ മുകളിൽ അങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് ഉണ്ടാവും. പക്ഷേ ആ ഫോഴ്സിൻ്റെ നോക്കൂ, ആ ഫോഴ്സ് അതിൽ അങ്ങോട്ട് മൂവ് ചെയ്യിക്കുന്ന സമയത്ത് ഇതിങ്ങനെ മൂവ് ചെയ്യും, ലൈക്ക് ദിസ്. അങ്ങനെ ഇവിടെ പാസ് ചെയ്യും. അപ്പോൾ പാസ് ചെയ്യുന്ന സമയത്തുള്ള വെലോസിറ്റി എന്ത് എന്നാണ് ചോദ്യം. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്രോബ്ലം. It's a question from electrostatics, but otherwise it is very much related with work, energy and power. നോക്കാം, നമുക്ക് ആദ്യം ഡയഗ്രാം വരക്കാം. നോക്കൂ, ഇത് വർക്ക് എനർജി പവർ വെക്കുന്ന ആ ചാപ്റ്ററിലെ വർക്ക് എനർജി തിയറം വെക്കുമ്പോൾ എത്ര സിമ്പിളാവും ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വെരി വെരി സിമ്പിളായിട്ട് ആ ക്വസ്റ്റ്യൻ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. നോക്കാം, ഇത് ഹൊറിസോണ്ടൽ. ആ ഹൊറിസോണ്ടൽ ഞാനിവിടെ മാർക്ക് ചെയ്താണ്, ഹൊറിസോണ്ടൽ. യെസ്. ഇനി ആ സ്ട്രിങ് എ 60 ഡിഗ്രിയിൽ സ്ട്രിങ്, ദ ആംഗിൾ ഈസ് ഗിവൺ ആസ് 60 ഡിഗ്രി. 60 ഡിഗ്രി ആണെങ്കിൽ നേരെ വേർട്ടിക്കലി എടുത്താൽ 60 ഡിഗ്രി അല്ലേ. മോറോവർ ഇത് നോക്കൂ, ഇങ്ങനല്ലേ വരിക. ഏകദേശം ഇങ്ങനെ വരണം. വൈ ഐ വിൽ ടെൽ യു. ഡയഗ്രാം പെർഫെക്റ്റ് ആട്ടെ. യെസ്, അത്ര ലെങ്ത്തിലേക്ക് വരാനില്ല എന്ന് നമുക്കറിയാം, എങ്കിലും ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ലെങ്ത് കൊടുത്തതെന്നുള്ളത് പറയാം. ഇത് എൽ അല്ലേ, ദിസ് ഈസ് എൽ, ഒ ആൻഡ് എ. അപ്പോൾ ഈ ലെങ്ത് നമുക്ക് എന്താ കിട്ടുക, ദിസ് ഈസ് എൽ കോസ് 60, ദാറ്റ് ഈസ് ഈക്വൽ ടു L/2. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കണം, ഇതും L/2 ആയിരിക്കണം. L/2 ഇത്രയുള്ളൂ ലോജിക്ക്. ഓക്കെ, ദിസ് ഈസ് L/2. ഇനി ഇവിടെ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉള്ള വെലോസിറ്റിയാണ് നമ്മളോട് ചോദിക്കുന്നത് അല്ലേ. ഇവിടെ ക്രോസ് ചെയ്യുന്ന സമയത്തുള്ള വെലോസിറ്റി, ആ വെലോസിറ്റി എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. യെസ്, ഇതിന് മുകളിൽ ഈ ഡിറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് അലോങ് ദിസ് ഡിറക്ഷൻ. ഇലക്ട്രിക് ഫീൽഡ് ചാർജ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ചാർജ് ക്യൂ ആണ്, മാസ് എം ആണ്. ഓക്കെ, ചാർജ് ക്യൂ, മാസ് എം. അപ്പോൾ വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ്, ഇവിടെ ഫോഴ്സ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് തന്നെ ഉള്ളൂ, വേറെ ഫോഴ്സ് ഇല്ല, ഫ്രിക്ഷൻലെസ് സ്റ്റേബിൾ ആണ്. ഓക്കെ, ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഇനീഷ്യലി റെസ്റ്റിലാണ്. അപ്പോൾ വർക്ക് ഡൺ ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ക്യൂ ഇ ഇൻ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. നോക്കൂ, ഫോഴ്സ് ഈ ഡിറക്ഷനിലാണ്, അപ്പോൾ ആ ഡിറക്ഷനിലെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞത് നോക്കൂ, ദ ഫോഴ്സ് ഈസ് അലോങ് ദിസ് ഡിറക്ഷൻ. അപ്പോൾ ആ ഡിറക്ഷനിലെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞത് ഇതാണ്, കണ്ടാ, ഇങ്ങോട്ടാണ് ഫോഴ്സ്, ആ ഡിറക്ഷനിലെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ്, ദാറ്റ് ഈസ് L/2. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ കൈനറ്റിക് എനർജി 0 ആണ്. ഇനീഷ്യൽ കൈനറ്റിക് എനർജി 0. ഓക്കെ, അപ്പോൾ ഇവിടെ എത്തുമ്പോൾ വെലോസിറ്റിയാണ് നമുക്ക് കറക്റ്റ് കിട്ടാൻ പോകുന്നത്. ദെർഫോർ v² ഈസ് ഈക്വൽ ടു 2 കട്ടായി QEL ഡിവൈഡഡ് ബൈ M.
or V is equal to root of QEL divided by M. Yes. ഇത് ആൻസർ ഉണ്ടോ? QEL divided by M. Yes, option 3 is the right answer. Option 3 is correct.